ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നു എങ്ങനെയാണ് ഡിഗ്രിയുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ എന്നുള്ള കാര്യം. അപ്പോൾ അത് കണ്ടിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ചാനലിൽ അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റിൽ കേരള യൂണിവേഴ്സിറ്റി എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ട് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ഇമ്പോർട്ടൻ്റ് അല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡെക്സ് മാർക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ, നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാവുക. അതായത് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സിൻ്റെയും ആൻഡ് നിങ്ങൾ +2 ഫുൾ വാങ്ങിച്ച മാർക്കിൻ്റെയും കൂടി എല്ലാ അടിസ്ഥാനത്തിൽ ആഡ് ചെയ്തിട്ട് ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കാണാത്തിട്ടുണ്ടെന്ന് കാണുക. അപ്പോൾ ഈ നിങ്ങളുടെ ഇപ്പോഴുള്ള ഇൻഡെക്സ് മാർക്കും കഴിഞ്ഞ വർഷം കേരള യൂണിവേഴ്സിറ്റിയിൽ കോളേജുകളിൽ ഉണ്ടായിരുന്ന ഇൻഡെക്സ് മാർക്കും കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ കോളേജുകൾ സെലക്ട് ചെയ്ത് ആ കോളേജുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ വെക്കാനായിട്ട്. ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് വേണം നിങ്ങൾ വെക്കാനായിട്ട്. അത് നിങ്ങളുടെ അഡ്മിഷന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് കഴിഞ്ഞ ഇയറിലെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അറിയാനായിട്ട് സാധിക്കുക, അതാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡെമോ കാണിച്ചു തരാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്, കഴിഞ്ഞ ഇയറിലെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് കാണാനായിട്ട് സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. ഗൂഗിൾ എടുക്കുക, അതിൽ കേരള യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയായിരിക്കും ഫസ്റ്റ് കാണാൻ സാധിക്കുക. സോ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ അഡ്മിഷൻ ടാബിലേക്ക് പോകാൻ സാധിക്കും. ഒന്ന്, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അതിൽ കിടക്കുന്ന ഈ ഒരു അഡ്മിഷൻ എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്താൽ നേരിട്ട് അഡ്മിഷൻ എന്ന പേജിലേക്ക് പോകും. അവിടെ നിന്ന് നിങ്ങൾക്ക് UG എന്ന ടാബ് സെലക്ട് ചെയ്യാം. സോ അവിടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓഫ് UG അഡ്മിഷൻ 2021 ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതാണ് അതിൽ ക്ലിക്ക് ഹിയർ എന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ആ സമയത്ത് ഓരോ കോഴ്സിനും ഓരോ കോളേജിലും കഴിഞ്ഞ ഇയറിൽ നൽകിയിട്ടുള്ള ഓരോ കാറ്റഗറി ബേസ് നൽകിയിട്ടുള്ള ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എത്രയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി സൈറ്റിൽ നൽകിയിട്ടുണ്ട്. നെയിം ഓഫ് കോളേജസ്: ജനറൽ, ഈഴവ, മുസ്ലിം, LC, SIUC, OBS, OBH, SC, ST, EWS, ഡിഫറൻ്റ്ലി ഏബിൾ, TLM. ഇങ്ങനെ ഓരോ കാറ്റഗറിയുടെയും സെപ്പറേറ്റ് ആയിട്ട് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓരോ കോളേജിലും ഓരോ കോഴ്സുകൾക്കും ഉണ്ടായിരുന്നത് എത്രയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അറിയേണ്ട വിദ്യാർത്ഥികൾ ഈ ഒരു മാർഗം യൂസ് ചെയ്യുക. ഒഫീഷ്യൽ സൈറ്റായിട്ടുള്ള www.keralauniversity.ac.in വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ചെക്ക് ചെയ്യാം. ഇനി ഈ ഒരു ഓപ്ഷൻ അല്ലാണ്ട് മറ്റൊരു രീതിയിൽ അഡ്മിഷൻ സൈറ്റിലേക്ക് പോകാൻ സാധിക്കുന്നത് നേരിട്ട് എടുക്കുക. ദെൻ ഈ കാണുന്ന മാറി വരുന്ന ഈ ഒരു ഇതിൽ അഡ്മിഷൻ, UG അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു സ്ക്രീനിൽ UG അഡ്മിഷൻ എന്ന് പറഞ്ഞു വരും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കണ്ട ആ ഒരു ഹോം പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. സോ അതുകൂടി ഞാൻ എടുത്ത് കാണിക്കാം. ഓൺലൈൻ അഡ്മിഷൻ UG PG PGCS എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെയിം രീതിയിൽ തന്നെ നിങ്ങൾക്ക് UGയിലേക്ക് പോവുക. അവിടെ ലാസ്റ്റ്, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് കാണാനായിട്ട് അറിയാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് മാർക്ക് വെച്ച് കമ്പയർ ചെയ്യുക. നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷനുകൾ നൽകാനായിട്ട്, കോഴ്സിൻ്റെ ഓപ്ഷനുകൾ നൽകാനായിട്ട്, ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് വേണം നൽകാനായിട്ട്. അത് തീർച്ചയായിട്ടും അലോട്ട്മെൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് അഡ്മിഷൻ പെട്ടെന്ന് കിട്ടാനായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, സോ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അഡ്മിഷൻ പരമായിട്ടുള്ള പുതിയ കാര്യങ്ങൾ അറിയാനായിട്ട്, അപ്പോൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.